കോഴിക്കോട് ചക്കിട്ടപ്പാറയിലേക്കാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ മാവട്ടത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ആടിനെ പിടിച്ച പൊറ്റക്കാട് പ്രീതയുടെ വീടിന് സമീപത്താണ് കൂട് സ്ഥാപിച്ചത്. പ്രദേശത്ത് ഇത് 4ാം തവണയാണ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഈ വലിയ ആശങ്കയും പേടിയുമാണ് അവിടെയുള്ള നാട്ടുകാർക്കുള്ളത്. ഇപ്പോൾ ഈ കൂട് സ്ഥാപിച്ചു, ഇനി അടുത്ത നടപടികൾ എന്താണ്? ഏത് രീതിയിലാണ് ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ? ഏത് രീതിയിലാണ് പോകുന്നത്? കാരണം എത്ര നാളായി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്നു. സ്മിത, നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ ഏതാണെങ്കിലും അവയൊക്കെ വെടിവെച്ച് കൊല്ലണമെന്ന് പ്രമേയം പാസാക്കിയ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ തന്നെയാണ് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചിട്ടുള്ളത്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ തുടർച്ചയായ 4ാം തവണയാണ് ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ചക്കിട്ടപ്പാറ മാവട്ടത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ചൊവ്വാഴ്ചയായിരുന്നു പൊറ്റക്കാട് പ്രീതയുടെ വീടിന് സമീപം കെട്ടിയിരുന്ന ആടിനെ പുലി പിടിക്കുകയും കൊല്ലുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി വീണ്ടും ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ 3 തവണ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചപ്പോഴും വനം വകുപ്പ് അവിടെ എത്തി കൂട് സ്ഥാപിക്കുകയും ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൂടിനുള്ളിൽ പുലി കുടുങ്ങിയില്ല. അതുമാത്രമല്ല, ക്യാമറയിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്ന സാഹചര്യമില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ ആ ശ്രമങ്ങൾ താൽക്കാലികമായി മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും പുലി അവിടെ എത്തിയെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഇപ്പോൾ വീണ്ടും കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പുലി കൂട്ടിൽ കുടുങ്ങുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പുള്ളത്. അതേസമയം നാട്ടുകാരെല്ലാം വലിയ ആശങ്കയിലാണ്. കാരണം വനപ്രദേശമാണ് ഈ പ്രദേശം. അതുകൊണ്ട് അവിടെ നിന്നും വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തുടർച്ചയാവുകയാണ്. അതുകൊണ്ട് അതിനെല്ലാം ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് രാവിലെ 10 മണിക്ക് പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാരുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്മിത, ശരി. അപ്പോൾ എന്തായാലും ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് 4ാം തവണയാണ് പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് തന്നെ സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.